ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ബറാബ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നതും കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. കുറച്ച് പുളിയും നല്ല പഴുത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരമൊക്കെ ഉണ്ട്, അധികം പുളി അറിയില്ല. എന്നാലും നമുക്ക് ഒരുപാട് അങ്ങോട്ട് കഴിക്കാനൊന്നും ഇഷ്ടം തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി നമ്മൾ ഓറഞ്ചിലൊക്കെ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കില്ലേ, അതേപോലെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ ഇതിൻ്റെ തൊണ്ടൊക്കെ ഇതേപോലെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് കുറച്ച് ഒരു ചെറിയൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്ത്, എന്ന് പറഞ്ഞാൽ ഒന്ന് മധുരം കൂടിക്കോട്ടെ വെച്ചിട്ട്, പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായി മിക്സ് ചെയ്തപ്പോൾ അതിങ്ങനെ നല്ല ജ്യൂസി ആയിട്ട് ഇങ്ങനെ കിട്ടി. നല്ല നന്നായി മിക്സ് ചെയ്തപ്പോൾ പഞ്ചസാരയും ഉപ്പും മുളകൊക്കെ എന്നിട്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഇതിപ്പോൾ ഒന്നോ രണ്ടോ കഴിക്കണ പോലെയല്ല, ഇത് ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ബാക്കിയുള്ളതിൻ്റെ തൊലിയും കൂടെ കളഞ്ഞിട്ട് ഞാൻ മുഴുവനും അതേപോലെ ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ കുറച്ച് കൂടുതൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കേട്ടോ, എന്നിട്ട് മുളക് പൊടിയും ചേർത്ത് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാവരും നന്നായി കഴിച്ച്. പക്ഷേ പൈനാപ്പിൾ പറ്റാത്തവർക്ക് ഇത് നാവുമ്മൽ തട്ടുമ്പോൾ കുറച്ചൊരു തൊലി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അലർജി ഉള്ളവർ ഇത് കഴിക്കാൻ നിൽക്കണ്ട. ഇനി ബറാബ ആർക്കെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പൈനാപ്പിൾ അലർജി ഉള്ളവർ ഇത് തൊടാൻ നിൽക്കണ്ട. അപ്പോൾ ജെറിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.